ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ എറണാകുളത്ത് വീട്ടിലായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ആലു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അമ്പലത്തിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഉളിയന്നൂർ ടെമ്പിളിൽ നമ്മൾ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ ആലു വീട്ടിൽ നിന്ന് നമ്മൾ അമ്മയും ചേച്ചിയും, രഞ്ജിത്തിൻ്റെ ചേച്ചിയും മോനും വന്നിട്ടുണ്ട്. അവരെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. ഇത് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടാലും ഞാൻ ഇച്ചിരി മാറിയിരുന്നു. എല്ലാരും കുലുങ്ങിയാൽ ഞാൻ ചാട്ടൻ 2 കമ്പി അടിക്കാം. അറിയോ? അപ്പൊ രാവിലെ ചക്കുനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്നെ ടോയ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ അവന് നല്ല ഓർമ്മയാണ്, നമുക്ക് അവനെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ തലേദിവസം വാഷിനിട്ട് ഡ്രസ്സ് രാത്രിയാണ് ഞാൻ വാഷ് ചെയ്തത്. ക്രിസ്മസിൻ്റെ അന്ന് രാത്രി എല്ലാ ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ലേറ്റായിപ്പോയി. അങ്ങനെ വാഷ് ചെയ്തത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു നിനക്ക് റെഡ് ടീഷർട്ട് വേണമെന്ന്. കറക്റ്റ് വന്നല്ലോ. തിരിച്ച് കാണിച്ചേ, എല്ലാരും കാണിച്ചേ. ആരാ ഐപാഡില്? നൈസ്, കൊള്ളാം, നന്നായിട്ടുണ്ടടാ. ഓ, ചേച്ചിയാണോ സെലക്ട് ചെയ്തത്? ആഹാ, ഇത് ചക്കൂന് ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നു. നന്നായിട്ടുണ്ട്, ഇവനില്ലാത്ത കളറാ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും വൈകുമെന്ന് അച്ഛൻ അറിയായിരുന്നു. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇഡ്ഡലിയും മസാല ദോശയും വടയൊക്കെ അച്ഛൻ പാഴ്സൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ് ഈ അമ്മേന്റെ സ്പെഷ്യൽ കഴിക്കണത്? ഇവിടെ ഒരാൾക്ക് ബോളി, അവൻ ബോളി കഴിക്കുള്ളൂ. ഞങ്ങൾക്കൊക്കെ മസാല ദോശ, ഇഡ്ഡലി. അമ്മയ്ക്ക് മാത്രം സ്പെഷ്യൽ. എന്താണ് വിശേഷം? ഇന്ന് ഈ മകയിരം തിരുവാതിര നൊയമ്പുള്ള ദിവസങ്ങളാണ്. മകയിരം നൊയമ്പ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന നൊയമ്പാണ്. അത് അവർക്ക് നല്ലത് വരാൻ വേണ്ടി. അപ്പൊ നമുക്ക് അരിയുടെ ആഹാരം കഴിക്കണം. അതുകൊണ്ടാണ് അമ്മ. ഇതെന്താണ്? എന്തോ ഇതൊരു ബെൻസി വീറ്റ് എന്നും പറഞ്ഞ അച്ഛൻ എവിടെ എന്തോ മേടിച്ചോണ്ട് വന്നതാണ്. നമ്മുടെ അവിടെ ബർഗർ വീറ്റ് ഒക്കെ ഉണ്ട്. ആ, വീട്ട് റവ ആയിരിക്കണം. ബെൻസി അത് എഴുതിയിരിക്കുന്നത്. ആ, ചക്കു ചക്കു എന്താ കഴിക്കണേ? എന്താ പാപ്പ കഴിക്കണേ? ഓ, ബോളി കഴിക്കുവാണല്ലേ. അമ്മ എന്നും നൊയമ്പാണ്. ഇനിയിപ്പോ നാളെ തിരുവാതിരയുടെ നൊയമ്പ്. നാളത്തെ എന്താണ് അമ്മയ്ക്ക്? സദ്യകളാണല്ലോ. എത്ര തുണി അലക്കിയാലും തീരില്ല. വേറെ അടുത്ത ഒരു സെറ്റ് തുണിയാണ് ഇപ്പൊ വാഷിനിട്ടത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ചക്കു, ഇതാരാന്നറിയോ? നിന്റെ അമ്മായിയാണ്. ചക്കുകൂട്ടാ, വിളിച്ചേ, അമ്മായിന്ന് വിളിച്ചേ. അമ്മായി മുളക് കഴുകിയിട്ട് ഉണക്കാൻ വെച്ചേക്കണം. ഈ സമയം ഒട്ടും പാഴാക്കാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങുവാണ് കേട്ടോ. കമ്പനിപ്പടി. ചേച്ചിയുടെ ഈ യെല്ലോ ടോപ്പ് നന്നായിട്ടുണ്ട്. നല്ല നല്ല കളറ്. മുടി മുഴുവൻ അരച്ചിരിക്കുക. ₹100 ഇതെന്നെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു.
നല്ലതാണല്ലേ. ഇത് ലൂസായി. ഇതിന്റെ ലാർജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്ലൂ. വാഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒതുങ്ങിയിരിക്കും. ഇതും ഇഷ്ടപ്പെട്ടല്ലോ. എന്ത് ചെയ്യും? മതി മതി. അമ്മയുടെ ചക്കു 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 എന്തു പറ്റി? ചക്കു ഷൂസ് ഇല്ല അല്ലേ? അയ്യോ, അമ്മേനെ കാണുന്ന സങ്കടായോ ചക്കുവിന്? ഓ അമ്മ ഷൂസോ? അമ്മയുടെ ഷൂസ് അവിടെ ഉണ്ട്. ദേ ചക്കുവിന് എന്താ വാങ്ങിച്ചേക്കുന്നത് നോക്കിയേ. വാട്ടർമെലോൺ മേടിച്ചിട്ടുണ്ട്. പിന്നെ യെല്ലോ ജിലേബി, കുറേ പാപ്പ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി? ആ ഡിഡി അപ്പിയിട്ടില്ല, അതുകൊണ്ട് എന്നെ മിസ് ചെയ്തില്ലെന്ന്. രഞ്ജിത്തിനൊരു ചിട്ടി ഉണ്ട് കേട്ടോ. 2018 KSF-ൽ ചേർന്നതാണ്. 1077 തവണയായി അത് വിളിക്കണു. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് വിളിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൈ എടുത്ത് ഇറങ്ങിയേക്കാണ്. എന്തായാലും പോയ കാര്യം നടന്നു ഗൈസ്. നമുക്ക് തന്നെയാണ് ചിട്ടി ഞാൻ വിളിച്ചെടുത്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇതിന് മുമ്പ് ഒരു ചിട്ടി ഇതുപോലെ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയിൽ വെച്ചിട്ടാണ് ഞാൻ വിളിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പിന്നെ പേരവരിടും. എന്നിട്ട് അതിൽ നിന്ന് ലോട്ടറി പോലെ ഒരാൾക്ക് കിട്ടും. അപ്പോൾ അയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 രൂപ KSF, 10 ലക്ഷത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ 50,000 രൂപ KSF-ക്ക് കൊടുക്കണം. പിന്നെ GST കൊടുക്കണം. പിന്നെ വേറെ എന്തോ അഡ്മിനിസ്ട്രേഷൻ ചാർജ് വേറെ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാക്കി 3 പേരുണ്ട്. 3 പേർക്ക് എല്ലാ മാസവും നമുക്ക് 4 ചാൻസ് ആണോ ഉള്ളത്. അതിൽ ബാക്കി 3 ചാൻസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചെടുക്കാം. അപ്പോൾ ഏറ്റവും കുറച്ച് വിളിച്ചെടുക്കുന്ന ആൾക്ക് അവർ KSF ചിട്ടി തരും. എഗ് പപ്സ് മൈ ഫേവറേറ്റ്. കുളിപ്പിക്കണേ അമ്മായി സോപ്പിട്ട് പതപ്പിക്കുവാണല്ലോ. ഇത്രയും സോപ്പ് അവൻ ഇതുവരെ ഇട്ടുണ്ടാവില്ല. എന്തൊരു സോപ്പ്. Take a PSP. There, look at the how much is that?